എന്നെ ഒരാൾ ഏതെങ്കിലും ഹോമോഫോബിക് ആൻഡ് ട്രാൻസ്ഫോബിക് നെയിംസ് വിളിക്കുമ്പോൾ ബേസിക്കലി അത് എന്നെ എഫക്റ്റ് ചെയ്യുന്നതിലുപരി അവർക്ക് ഉള്ള ഹോമോഫോബിയും ട്രാൻസ്ഫോബിയും ആണ് അത് കാണിക്കുന്നത്. സമൂഹത്തിൽ ഹോമോഫോബിക് പീപ്പിൾ ആൾക്കാരുള്ളത് പോലെ ബിഗ് ബോസ് ഹൗസിലുണ്ട്. സമൂഹത്തിൽ ഏത് മൈനോറിറ്റി കമ്മ്യൂണിറ്റിനെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുള്ളത് പോലെ ബിഗ് ബോസ് ഹൗസിലും അങ്ങനത്തെ ആൾക്കാരുണ്ട്. വലിയ വിവരമുള്ള മനുഷ്യന്മാർ പോലും വിവരമില്ലാതെയാണ് നമ്മളെ ബുള്ളി ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് ടീച്ചേഴ്സ്. പക്ഷെ നമ്മൾ കോൺസ്റ്റന്റ്ലി ബുള്ളി ചെയ്യപ്പെടുമ്പോൾ ദർ ഇസ് എ പോയിന്റ്, അത് നമ്മുടെ വയസ്സ് ചെറുതാണെങ്കിൽ പോലും വിൽ സ്റ്റാർട്ട് റിയാക്ട്. എനിക്ക് ഇത് സംസാരിക്കാൻ വേണ്ടി എവിടെ നിന്നും പിന്തുണ കിട്ടിയിട്ടില്ല അറ്റ് ദിസ് പോയിന്റ്. കുടുംബ പ്രേക്ഷകരുടെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് ഫെമിനിസം, ഡിവോഴ്സ്, സെക്സ് എഡ്യൂക്കേഷൻ, അബോർഷൻ, LGBTQIA+ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഉള്ള വോട്ട് കൂടി പോവുള്ളൂ എന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാം. മിനിസ്ക്രീനിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ചുള്ള കോൺവെർസേഷൻസ് അബ്സല്യൂട്ട്ലി ഇല്ല. നമ്മുടെ മൂവീസിലും വളരെ കുറവാണ്. ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിച്ച ഈ മൂല്യങ്ങൾ അല്ലെങ്കിൽ ഈ ചേഞ്ചസ് കേൾക്കാൻ വേണ്ടി ആയിരിക്കും ഈ ഷോ കാണുന്നത്. ആ ഒരു സ്പേസിലേക്ക് ചെന്നിട്ട് നമുക്കൊരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ വൈ നോട്ട്?